ഓ അത് കാണാം പൊട്ടി അപ്പോൾ ആ കോർക്ക് അത് കളയാം. സൂപ്പർ. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവർ ഹാപ്പി ഫേസ്. ഇതിപ്പോൾ എങ്ങോട്ട് പോകണം? നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കാൻ പോവുകയാണ്. സൺഡേ ഈവനിങ് ബാഡ്മിൻ്റൺ കളിക്കുക എന്നുള്ളൊരു ഐഡിയയിലാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ ബാഡ്മിൻ്റൺ കളിയാണ് അല്ലേ? ഓ, ഇവിടെ വലിയ ചാമ്പ്യനാണ്. ചാമ്പ്യൻ പ്ലെയർ ആയിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ എപ്പോ കളിച്ചാലും ജയിച്ചിട്ടുള്ളൂ, അല്ലാതെ ജയിക്കാതെ ഇവിടുന്ന് പോയിട്ടില്ല. എന്താ എനിക്കൊരു ഡൗട്ട്? അതെ, ബാഡ്മിൻ്റൺ കളി അവിടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സോ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ദി ബാഡ്മിൻ്റൺ ഗെയിം. മോമോ വെള്ളം എടുത്താ നീ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. കാരണം ഇവിടെ ആയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ എവിടെ പോയാലും പറയും ദാഹിക്കുന്നു കണ്ട് പിന്നെ വെള്ളം ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ കളിക്കാൻ പോകുമ്പോൾ വെള്ളം കൊണ്ടുപോകും. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ സഫാരി മാളുണ്ട്. സഫാരി മാളിലെ കോർട്ടാണ് നമ്മൾ 5 o'clock to 6 o'clock 1 hourനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ റേറ്റ് എത്രയാണ്? റേറ്റ് എത്ര? റേറ്റ് അവൾക്ക് അറിയില്ല, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. 50 തരാണ് വരുന്നത് 1 hourന്. അപ്പോൾ ബാറ്റ് പിന്നെ ഞങ്ങൾ മേടിച്ചു. ഞങ്ങൾ ഇനി സ്ഥിരം കളിക്കാൻ പോകാൻ കഴിക്കാൻ വേണ്ടി പൊതുവെ കൈ പിടിച്ചോ. അവൾക്ക് ഈ പിള്ളേരായിട്ട് പുറത്ത് പോയ പോലെ ഓരോ സാധനങ്ങൾ അത് മേടിച്ചാലോ ഇത് മേടിച്ചാലോ അതപ്പോ കുത്തി കയറ്റും കേട്ടോ. ഷൂസ് കുത്തി കയറ്റും. ആ ഷൂ പിള്ളേരുണ്ട്, പുള്ളറോ അതൊക്കെ ഉണ്ട്. നീ വരണ്ട. അപ്പൊ ഇതിന് ശേഷം ഞങ്ങൾ ഇനി പുറത്തേക്ക് ഇറങ്ങിട്ടോ കേട്ടോ. ഓക്കെ, അങ്ങനെ നല്ല ചൂട് അല്ലേ? മുഖം. അപ്പോൾ ഞങ്ങളുടെ വെള്ളം എടുത്തു, ബാഡ്മിൻ്റൺ റാക്കറ്റ് എടുത്തു, ബാഗ് എടുത്തു. സോ അതാണ് നമ്മുടെ സഫാരി മാൾ. ഇങ്ങനെ മെല്ലെ തിരിച്ചാൽ മതി, ക്യാമറ. അത് കാണുന്നത് സഫാരി മാൾ. അപ്പോൾ അവിടുന്ന് അതിൽ 3rd ഫ്ലോറിലാണ് നമുക്ക് ബാഡ്മിൻ്റൺ കോർട്ട് ഉള്ളത്. ബാഡ്മിൻ്റൺ മാത്രമല്ല, അവിടെ ഫുട്ബോളും ഉണ്ട്, ഇല്ല ക്രിക്കറ്റ് കോർട്ടോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഞാൻ പോയിട്ട് കാണിച്ചു തരാൻ ചെറുതായിട്ട്. കരാട്ടെ ഉണ്ട്, കളരി ഉണ്ട്, എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി 2 ആളും കൂടി വരാനുണ്ട് കേട്ടോ. കറക്റ്റ് ടൈമിന് എത്തുന്നവരായതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങളിത് ഇപ്പോൾ എത്താൻ സമയത്തിന് 6 മണി അവൾക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരുമല്ല, നമ്മുടെ റിയാസും പിന്നെ തനുജ് പോകും. എന്തായാലും കളി കഴിയണ നേരത്തേക്ക് അവരെത്തും. അപ്പോൾ ചായ കുടിക്കണേലുണ്ടാവില്ലേ? Guys, who is this professional badminton player with a bag, bottle, badminton, everything? Huh? Who is this badminton player? I'm a decent player, but I haven't played in a while. I don't know how I will be able to play. And if I don't play well today, the only reason would be ഞാനിപ്പോൾ നെയിൽസ് ചെയ്തുകൊണ്ട് ശരിക്കും കളിക്കാൻ പറ്റത്തില്ലായിരിക്കും. That's the only reason. No. Not at all. So guys, we have finally reached the court. ഇവിടെ 3 ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ട്. So we have got the green one, right? Green one is ours. So let's go and start. സ്കേറ്റിംഗ് പഠിപ്പിക്കുന്നു. അവിടെ സ്കേറ്റിംഗ് ഉണ്ട്. This is how. ഇതുണ്ട് പൂൾ. And then we have table tennis, everything, right? ലാസ്റ്റ് ആയതുകൊണ്ട് ആരും നമ്മളെ ശല്യപ്പെടുത്തി ആരും ശ്രദ്ധിക്കത്തില്ല. റൈറ്റ്, ശരി, ഇവിടെ സ്ഥലങ്ങളുണ്ട്. സോ ദിസ് ഇസ് ദ ഏരിയ ഗൈസ്. നല്ല സ്പേഷ്യസാ, നല്ലൊരു ബാഡ്മിൻ്റൺ കോർട്ടാ. സോ ലെറ്റ്സ് സീ. ആർ യു റെഡി? ഞങ്ങൾ ഓൾറെഡി എന്താ പ്ലാൻ ചെയ്തേക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ഷട്ടിൽ കളി സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴേക്കും റിയാസ് ജോയിൻ ചെയ്യും അല്ലേ? ഒപ്പം നമ്മൾ ലൈവ് ഇടുന്നുണ്ട്, കുറച്ച് ലൈവായിട്ട് അവിടെ കിടക്കും. അങ്ങനെ ഫുൾ സെറ്റപ്പ് പരിപാടി ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ 2 ആളും അവിടെ ഇവിടെ നിന്നിട്ട് പൊരിഞ്ഞ കളിയാണ് നോക്കും.
നമ്മൾ 6 മണിയായി. നേരത്തിന് വന്ന തന്നൂറ്റിപ്പായി ഉള്ളത് കൊണ്ടും നേരത്തിന് വന്ന റിയാസ് ഉള്ളത് കൊണ്ടും നമ്മുടെ കളി സൂപ്പറായി. ഹലോ, ഇത് അങ്ങനെ ഞങ്ങൾ കളി കഴിഞ്ഞ് ഇരിപ്പായി. എന്താ മമ്മോ, എന്നിട്ട് ശരിക്കും ആര് ജയിച്ചു ഇന്നത്തെ കളി? ഓ അത് കാണാം. ആ അങ്ങനെ നൈസ് കളിയായിരുന്നു കേട്ടോ. ഇവിടെ ശരിക്കും നല്ല രസമായിട്ട് എന്തായിരുന്നു അത് നമ്മൾ അതായത് ഞങ്ങളുടെ കോർട്ടിൽ കയറിയിട്ട് ആരും കളിപ്പിക്കില്ല. അത് പൊട്ടിയാ കണ്ട, ഞങ്ങളുടെ അതിസാഹസികമായ കളി കൊണ്ട് കണ്ട പൊട്ടിയില്ലേ, പൊട്ടി. അപ്പൊ ആ കോർക്ക് അത് കളയാം. അപ്പൊ കണ്ട, അപ്പൊ അങ്ങനെ നമ്മുടെ കളി ഇന്നത്തെ കഴിഞ്ഞു. ഇവിടെ എല്ലാം കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൂപ്പർ. മോമോ, ഇന്നത്തെ കളിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ലൊരു ഇതായിരുന്നു. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തനൂജ് ഭായി അവിടെ ഉണ്ട്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമില്ല, പ്ലസ് എന്താണെന്ന് നല്ല ബാറ്റല്ലേ, അവരുടെ ബാറ്റ് നല്ല ബാറ്റാണ്. അതെനിക്ക് യോക്കോ അങ്ങനെ ഒരു നല്ല ബ്രാൻഡിൻ്റെ തന്നെയാണ്. എന്തായാലും ഇനി നാരങ്ങോളം പപ്സും നല്ല വന്നു. ഇനി നമ്മൾ ഇനി പോകുന്നത് നാരങ്ങ പപ്സും നാട്ടിലെ നാരങ്ങ വെള്ളം. നിങ്ങൾക്ക് നാരങ്ങ വെള്ളം പപ്സും ഇഷ്ടം? ഒരിക്കൽ റിയാസിനോ? മുട്ട പപ്സ്, നാടൻ മുട്ട പപ്സും നാട്ടിലെ നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം അല്ലേ? നീ തോറ്റേന്റെ ചെലവാണോ? ഇതിന്റെ ചെലവാരെ തോറ്റ ടീമാ? ഒന്ന് പറഞ്ഞ് മണിക്കൂർ പ്രാക്ടീസ്, അത് കഴിഞ്ഞിട്ട് ഇനി ശരി കളിക്കല്ലേ. തോറ്റ ടീം ഇതെവിടെ ഇരിക്കണ്ട. നിങ്ങൾ എത്ര റൺസ് എടുത്ത? എത്ര അടിച്ച് പുറത്താക്കി? നിങ്ങൾക്ക് എത്ര അടിക്കാൻ പറ്റി? ഞങ്ങള് പോയിന്റ് ഒന്നും പറയണില്ല. കളി അരമണിക്കൂർ കഴിഞ്ഞപ്പോ എല്ലാരും വാമായി ശരിക്കും കളിക്കാറ്. ഫസ്റ്റ് ലവ് ബോളില് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പോയിന്റ് അടിച്ച്, രണ്ടാമത് ഞങ്ങൾ തന്നെ സർവ് എടുത്ത് റോങ് സർവ് ആയിരുന്നു. അത് റീസർവ് വിളിച്ച് ഇവര് ഫസ്റ്റ് സർവ് ചെയ്തത് നെറ്റ് മണിക്ക് ഫുഡ് ഓർഡർ എടുക്കുക. ഞങ്ങക്ക് പപ്സ് കോംബോ എടുക്കുക, 4 കോംബോ എടുക്കുക. പിന്നെ നമുക്ക് ഇടയ്ക്ക് ഫില്ലാക്കാം. എന്നിട്ട് റീസർവ് അല്ലല്ല, അങ്ങനെ എനിക്ക് പറയാണ്ട്. ഫസ്റ്റ് അരമണിക്കൂർ നമ്മൾ കളിച്ച്, അത് കഴിഞ്ഞിട്ട് ശരിക്കും കളിക്കല്ലേ ചോദിച്ചു. അപ്പൊ ആന്ന് പറഞ്ഞു. ഞങ്ങള് രണ്ടാം ടീം. ആള് ആദ്യം സർവ് എടുത്ത് ലവോൾ വിളിച്ച് നെറ്റ് മണിക്ക് അടിച്ചു. അപ്പൊ നമ്മള് പറഞ്ഞു ഓക്കെ, കളി അറിയാത്തവരല്ലേ ആയിക്കോട്ടെ. അപ്പൊ ആള് പറഞ്ഞു റീസർവ് എന്ന്. എന്നിട്ട് റീസർവ് ചെയ്തിട്ട് ഞങ്ങൾ പോയിന്റ് അടിച്ചിട്ട് ഇവള് സർവ് ചെയ്യുമ്പോ ബോക്സ് മാറി സർവ് ചെയ്ത്. അപ്പൊ ഞങ്ങള് റീസർവ് വിളിച്ചപ്പോ അത് പറ്റില്ല. പിന്നെ അടുപ്പിച്ചിട്ട് 6 ലെവലിൽ നിന്നപ്പോ ഞങ്ങൾ എന്നെ സാധനം കൊണ്ട് പറഞ്ഞു ഇത് നിർത്തിയിട്ട് നമുക്ക്. അപ്പൊ ചുരുക്കി പറഞ്ഞ നിങ്ങൾ പറയുന്നത് നിങ്ങൾ തോറ്റത് കൊണ്ട് നിങ്ങൾ ഞങ്ങൾ കളി വേണ്ടാന്ന് വെച്ചു. അടുത്ത ആഴ്ച നമ്മൾ ഇവരെ പ്രതികാരം ചെയ്തിരിക്കും. അപ്പൊ ഞാൻ അടുത്ത ആഴ്ച പുതിയ ഷട്ടിൽ കോർട്ടുമായി ഞങ്ങൾ വരവായി. കോർക്കൊരു ബോക്സ് മേടിച്ച് പോരുത്. അത് വേണ്ട, ആദ്യം ഒന്ന് കളിച്ച് പഠിക്കാൻ നമുക്ക്. ഇപ്പൊ നെറ്റിന് മുകളിൽ അടിക്കുന്നതൊക്കെ നമ്മള് ശരിക്കും നെറ്റുമ്പോൾ തന്നെ അടിക്കും.
അതിനൊന്ന് 3 പ്രാവശ്യമാണ് നെറ്റ് പോയിട്ട് കയറിയത്. ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഞാൻ നെറ്റ് ക്രോസിൽ എന്ത് പാമ്പ് കൊണ്ട് മതി അല്ലേ ആശപാമേ ഇത് കളി തെറ്റാന്നടക്കം കണ്ടുപിടിച്ചു. എങ്ങനെ തെറ്റ്? എത്ര വരിക? 30 19 6 25 നമ്മുടെ നല്ല നാട്ടിലത്തെ സെയിം ടൈപ്പ് പപ്സ് ആക്കാം. സൂപ്പറാ. നല്ല ചെറിയ ചെറിയ പപ്സും നല്ല മധുരമുള്ള നാരങ്ങളും കുടിക്കുമ്പോൾ നല്ലല്ല നല്ലല്ല. അപ്പം ഇനി സമാധാനമായിട്ട് പപ്സും നാരങ്ങളും കഴിക്കും. സോ ഗായ്സ്, അങ്ങനെ നമ്മുടെ കളിച്ചു, പപ്സ് കഴിച്ചു. പപ്സ് കഴിക്കാനാണ് ശരിക്കും ബാഡ്മിൻ്റൺ കളിക്കാൻ വന്നതെന്ന് തോന്നുന്നു. ഞാൻ മാത്രം. സോ അങ്ങനെ ബാഡ്മിൻ്റൺ കളിച്ചു, പപ്സ് കഴിച്ചു. നല്ലൊരു ഗെയിമായിരുന്നു. സൺഡേ ഈവനിങ് അങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ വീഡിയോ ഒത്തിരി വലിച്ചു നോക്കുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. എന്ത് സൗണ്ട്? ലൈക്ക്, ഷെയർ ആൻഡ് Subscribe.